സാക്ഷാൽ പിണറായി വിജയൻ വീണ്ടും ലീഗ് നേതാവ് തങ്ങൾക്കെതിരെ വീണ്ടും തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. ലീഗിനെതിരായി വീണ്ടും വല്ലാതെ അക്രമമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തിനാണ് പിണറായി വിജയൻ ഇങ്ങനെ തുടർച്ചയായിട്ട് ലീഗിനെയും ലീഗിൻ്റെ പരമോന്നത നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവർ തന്നെ വിലയിരുത്തുകയും വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന പാണക്കാട് തങ്ങൾക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്? സ്വാഭാവികമായിട്ടും അത് ഒന്ന് CPM-ന്റെ ഏറ്റവും പ്രധാനം അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടി മുസ്ലിം പ്രീണന നയം നടത്തുന്നു എന്ന ഒരു വിലയിരുത്തൽ പാർട്ടിക്കകത്തും പാർട്ടി അണികളും പല ബ്രാഞ്ച് സമ്മേളനങ്ങളും അത്തരം അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ഇത് അപകടകരമാണെന്നും ഈ വോട്ടുകൾ പലതും ചോർന്ന് BJP സ്ഥാനാർത്ഥികൾക്ക് എത്തുകയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20% വോട്ടുകൾ CPM കോട്ടകളിൽ നിന്ന് പോലും നിരവധി വോട്ടിംഗ് ഷെയർ കൂട്ടാൻ BJPക്ക് കഴിഞ്ഞു എന്നതും വിലയിരുത്തി പഠിച്ചതിന് ശേഷം ഇനി അത് ഒരു മുസ്ലിം പ്രീണന പ്രവർത്തനങ്ങൾ ഇനി CPM ഇല്ല. CPM ഇതാ വിശ്വാസികളോടൊപ്പമാണ്, ഹിന്ദു വിശ്വാസികളോടൊപ്പമാണ്, ഹിന്ദു മത വിശ്വാസികളോടൊപ്പമാണ്. ഞങ്ങളെല്ലാം ഇനി ഈ പറയുന്ന ഹിന്ദു വിരുദ്ധത ഇനി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തങ്ങളിൽ എങ്ങനെയോ വന്ന് കയറിയിരിക്കുന്ന ഈ ഒരു ലേബൽ, അതായത് മുസ്ലിം പ്രീണനത്തിന് വേണ്ടിയിട്ട് കൈയയഞ്ഞ് മെയ്യയഞ്ഞ് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. എന്നാൽ ഹിന്ദുക്കളെ അത് അവഗണിക്കുകയും ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിക്കുകയും അമ്പലങ്ങളിൽ പോയി ശബരിമലയിൽ പോയി പോലും ദേവസ്വം മന്ത്രി പോലും കുറ്റിയടിച്ച് നിൽക്കുന്നു, തൊഴാ നിൽക്കുന്നു. ഇതെല്ലാം പാർട്ടിക്ക് വളരെ ദോഷമായ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വോട്ടിംഗ് അതെല്ലാം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം മാറ്റിയെടുത്തിട്ട് ഇനി നേതാക്കൾക്ക്, കാരണം ഞാൻ കാണുന്നതാണ്, ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട് ഒരു ബോർഡ് കണ്ട് ഞാൻ വല്ലാതെ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു ആശ്രമം, ഒരു ഹിന്ദു ആശ്രമവും ആൾ ദൈവങ്ങളെയും പ്രത്യയശാസ്ത്രപരമായി എതിർക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ഒരു ആശ്രമത്തിൻ്റെ വാർഷികം നടക്കുന്നു. തിരുവനന്തപുരത്ത് പട്ടണത്തിനടുത്തുള്ള ഒരു ആശ്രമത്തിലാണ്. ആശ്രമവാസികൾ മാത്രം പങ്കെടുക്കുന്ന, ഒരു വിശ്വാസികളുടെ മാത്രം പങ്കെടുക്കുന്ന, ആൾ ദൈവത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നടത്തുന്ന ഒരു വാർഷിക സമ്മേളനത്തിന് CPM-ന്റെ ഒരു ഏരിയ കമ്മിറ്റിയുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ബോർഡ് ഞാൻ കണ്ടു. ആശ്രമത്തിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിൽ, ആശ്രമത്തിനടുത്ത ബോർഡ് വെച്ചെങ്കിലും ശരി പറയാം, ഇത് ആശ്രമത്തിനടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട കവലയിലാണ് ആ ബോർഡ് ഞാൻ കണ്ടത്. ആ ആശ്രമത്തിൻ്റെ വാർഷികവും അവിടെ പൂജനീയ സ്വാമി ഇന്നയാൾ പങ്കെടുക്കുന്നുവെന്നും ഇന്ന സ്വാമിമാർ അവിടെ പ്രഭാഷണം, ഹിന്ദുമത വിശ്വാസങ്ങളുടെ സനാതന ധർമ്മത്തെക്കുറിച്ചൊക്കെ പ്രഭാഷണം നടത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബോർഡാണ്. ഞാനത് വായിച്ചിട്ട് അവസാനം നോക്കിയപ്പോൾ CPM ഇന്ന ഏരിയ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ, ആശംസകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും താഴെ ഒരു ബോർഡറിൽ അതും ചെയ്തിരിക്കുന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ഒരിക്കലും ഒരു CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഒരു പാർട്ടിക്ക്, CPM എന്നുള്ളൊരു പാർട്ടിക്ക്, പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റിക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ടൊരു തീരുമാനമെടുത്ത് സ്വതന്ത്രമായൊരു പ്രവർത്തനം നടത്താൻ കഴിയില്ല. ഇത്തരത്തിലൊരു ബോർഡ് വയ്ക്കാനും കഴിയില്ല. CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ജില്ലാ നേതൃത്വത്തിൽ നിന്നും അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മൗനാനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു ബോർഡ് CPM-ന് വയ്ക്കാൻ കഴിയൂ, ഒരു ലോക്കൽ നേതൃത്വത്തിന് വയ്ക്കാൻ കഴിയൂ എന്നുള്ളത് സ്പഷ്ടമാണ്. CPM-നെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. അപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നത് ഒരു ചുവടുമാറ്റം തന്നെയാണ്, വ്യക്തമായ ചുവടുമാറ്റമാണ്, പറയാതെയുള്ള ചുവടുമാറ്റം. പറഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേടാണല്ലോ. കാരണം ദുരഭിമാനികളാണല്ലോ കൂടുതലും CPM-ൽ, പ്രത്യേകിച്ച് പിണറായി വിജയനൊക്കെ തികച്ചും ഒരു ദുരഭിമാനിയാണ്. ഒരു കാര്യങ്ങൾക്ക് നേരെ ചെവ്വേ നമുക്കൊന്നും പറയാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ദുരഭിമാനമാണ് ഏറ്റവും അധികം ഉയർന്നു വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ദുരഭിമാനികളുടെ പാർട്ടിയായ CPM-നകത്ത് ഇങ്ങനെ ഒരു ബോർഡ് ഉയർന്നു എന്ന് പറഞ്ഞാൽ അതിനെ ഈ പിണറായി വിജയൻ ഇപ്പോൾ തങ്ങൾക്കെതിരെ നടത്തുന്ന തുടർച്ചയായുള്ള ഈ ആക്രമം അല്ലെങ്കിൽ പരാമർശം എല്ലാം നമ്മൾ ഇതിനെ വെച്ച് കൂട്ടി വായിക്കണം. ഇത് ഒരു CPM-ന്റെ പുതിയ തന്ത്രമാണ്. വരാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിൽ ഇതിനെതിരായിട്ടൊക്കെ വലിയ ചർച്ചകളൊക്കെ നടക്കും. അതായത് ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ ഫാസിസത്തിനെതിരായിട്ടൊക്കെ വലിയ ചർച്ചകളും വലിയ പ്രമേയങ്ങളൊക്കെ നടത്തും, പാസ്സാക്കും. അതൊക്കെ വേറെ കാര്യം. കാരണം പാർട്ടിയുടെ കോൺഗ്രസ് ആണ്. പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്ന രാജ്യം മുഴുവനും ശ്രദ്ധിക്കുന്നതും ലോകം മുഴുവനും പാർട്ടിയുടെ
ഇന്ത്യയിലെ CPM-ന്റെ പാർട്ടി കോൺഗ്രസ്സിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള പ്രമേയമൊന്നും വരില്ല. അത് വർഗീയതയ്ക്കെതിരായിട്ടും ഒക്കെ തന്നെയായിരിക്കും പറയുന്നത്. പക്ഷേ പ്രവർത്തനം കൃത്യമായിട്ട് നമ്മൾ കാണുന്നത് കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസ്സിൽ ചേർന്ന് നടത്തിയ തീരുമാനങ്ങളൊന്നും തന്നെ നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ചുവടുമാറ്റമാണ് ഈ ഹിന്ദു വോട്ടുകൾ കൂടുതൽ BJP-യിലേക്ക് പോകുന്നത് തടയാനും തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള തങ്ങൾക്ക് മേധാവിത്വമുള്ള പ്രദേശങ്ങളിൽ പോലും BJP വോട്ട് ഷെയർ കൂട്ടുകയും ചെയ്തപ്പോൾ തന്ത്രം മാറ്റിയിരിക്കുന്നു. ഇനി ഹിന്ദു പ്രീണനം മാത്രം മതി, മുസ്ലിം പ്രീണനം വലുതാറ്റ് വേണ്ട, എന്നാൽ വർഗീയതക്കെതിരെ ഫാസിസത്തിന്റെ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാം എന്നുള്ള തരത്തിലുള്ള ഒരു തന്ത്രമാണ് CPM എടുക്കുന്നത്. അതാണ് ഈ പിണറായി വിജയൻ ഇപ്പോൾ ഈ പ്രസംഗിക്കുന്ന കൂടുതൽ. കാരണം ഈ ഭൂതകാല ചരിത്രങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് അത് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് CPM. അവർക്ക് ഭൂതകാല ചരിത്രമാണ്. അന്ന് ഞങ്ങൾ ചോരച്ചാലുകൾ ഇന്ത്യയിൽ കയറിയ സമരമാണ്, അന്ന് വെടിയുണ്ടകൾക്ക് മുന്നിൽ നിന്നതാണ്, ജമ്മിത്വത്തിനെതിരെ പടപൊരുതാണ് എന്ന് പറഞ്ഞ് ഭൂതകാലത്തിൽ നടന്ന സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു പാർട്ടി യോഗങ്ങളിലും പാർട്ടി ക്ലാസ്സുകളിലും ഒക്കെ പറഞ്ഞ് അണികളെ ഇങ്ങനെ ഉത്തേജിപ്പ് നിർത്തുകയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത്, അതായത് ഈ കഴിഞ്ഞ 10 വർഷത്തോ അല്ലെങ്കിൽ 15 വർഷത്തെയോ CPM-ന്റെ ചരിത്രം പറഞ്ഞ് അതിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞ് അത് രാജ്യത്തിൻ്റെ വികസനത്തിനും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും രാജ്യത്തിൻ്റെ യശസ്സിനും CPM-ന്റെ നിലപാട് എത്രമാത്രം സഹായമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ അവർക്കില്ല. അതുകൊണ്ട് അത് പറയാതെ ഭൂതകാലത്തെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇപ്പോഴും തങ്ങൾക്കെതിരെ പറയുന്നതും ബാബറി മസ്ജിദിനെ ഉയർത്തിക്കൊണ്ട് എല്ലാവരും പിന്നെ SDPI പോലും ബാബറി മസ്ജിദിന്റെ ഈ തകർച്ചയെ മറന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ CPM അതിനെ വീണ്ടും ഉണർത്തി കൊണ്ടുവന്ന് അതിൽ ഈ വർഗീയത ചേർത്തിട്ട് അത് ബാബറി മസ്ജിദിനെ പൊളിച്ചവരെ കൂടെയാണ് ലീഗ് നിൽക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന ബാബറി മസ്ജിദ് പൊളിക്കാൻ കൂട്ടുനിന്നവരാണ്. അതുകൊണ്ട് കോൺഗ്രസിനോട് നിൽക്കുന്ന ഈ മുസ്ലിങ്ങൾ, നിങ്ങൾ എന്തിനാണ് ഈ മുസ്ലിം ലീഗിനോട് നിൽക്കുന്നത്? അത് സുന്നി വിഭാഗത്തോടൊപ്പം നിൽക്കൂ, അവര് ഞങ്ങളോടൊപ്പം നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് അവരെ കൂട്ടിയോജിപ്പിച്ച് മുസ്ലിം ലീഗിനകത്തിന് വിള്ളലുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശവുമുണ്ട്. ഇതെല്ലാം കൂടെയാണ് ഈ പിണറായി വിജയന്റെ ഈ പ്രസ്താവന. ഇനിയും പിണറായി വിജയൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ആവർത്തിക്കും എന്നത് വ്യക്തമാണ്.